അസ്സലാമലൈക്കും. പല രുചിയിലുള്ള ജാമും പല നിറത്തിലുള്ള ജാമും നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതൊക്കെ എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നതൊന്ന് കണ്ടു നോക്കാം. ഇതിന്റെ സൂക്ഷിപ്പ് കാലം ഈ ജാം ഉണ്ടാക്കിയിട്ട് 15 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഉണ്ടാക്കിയിട്ടില്ല. വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ആപ്പിൾ ജാമിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിന്റെ തൊലി കളയുക. നാലാക്കി പൊളിച്ചതിന് ശേഷം ഇതിന്റെ നടുകിലെ സീഡും കട്ടിയുള്ള ഭാഗവും കളഞ്ഞെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ശേഷം ഇതിനെ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക. അഞ്ച് മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കുമ്പോഴേക്കും ഇത് നന്നായി വേവായിട്ടുണ്ടാകും. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിനെ അരച്ചെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായി അരച്ചെടുത്ത ഈ ആപ്പിൾ പേസ്റ്റ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ നന്നായി ഒന്ന് തിളപ്പിക്കുക. ആപ്പിൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു. അതിൽ അരക്കപ്പ് വെള്ളം നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വറ്റിപ്പോയിട്ടുണ്ടാവും. ബാക്കി അരക്കപ്പ് വെള്ളം ഈ ജ്യൂസിലുണ്ട്. ഇതിനെ വറ്റിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കും. ഒരു 5 മിനിറ്റ് ഇതിൽ കടന്ന് തിളക്കുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടാവും. ഈ സമയം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ ലൂസാവും. നന്നായി ലൂസാകും. പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് വേവ് ഇതിനുണ്ടാവും. പഞ്ചസാര ചേർത്തതിന് ശേഷം 10 മിനിറ്റും ഇത് കുറുകി വരുന്നതിനനുസരിച്ച് പുറത്തേക്ക് പൊട്ടിത്തെറിക്കും. ശരീരത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് അധിക സമയം മൂടി വെക്കാനും പാടില്ല. ഇടയ്ക്കിടയ്ക്കെടുത്ത് ഇളക്കി കൊടുക്കണം. ഈ ജാമിന് ഇത്ര തന്നെ മഞ്ഞ കളർ ഇല്ല കേട്ടോ. ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണ് ഇത് കാണപ്പെടുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാമിന് ഒരു റെഡ് കളർ അല്ലേ. അതിന് റെഡ് കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കായിട്ട് 2-3 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ഒറ്റിച്ചു കൊടുക്കാണ്. ഇത് ഒരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഇതിന് പകരമായി ആപ്പിൾ വേവിക്കുന്ന സമയത്ത് അതിലേക്കായിട്ട് ഒരു ബീട്രൂട്ടിന്റെ കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ റെഡ് കളർ കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ബീട്രൂട്ടിന്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ ജാമിലേക്ക് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് കാരണമാണ് ഇത് പുറത്ത് വെച്ചാൽ ചീത്തയാകുമെന്ന് പറയുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ 15 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാം റെഡിയായി എന്നറിയണമെങ്കിൽ ഈ വരണ്ടല്ലോ,
ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നും തമ്മിൽ കൂടാത്ത രീതിയിലാവുമ്പോഴാണ് ജാമിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുന്നത്. നന്നായി ചൂടാറിയതിനു ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും സുന്ദരമായ ജാമ് വീട്ടിൽ വെച്ച് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ എന്തിന് നമ്മൾ കടയിൽ പോയി വാങ്ങണം? ഇതിൽ ഫുഡ് കളർ ഒഴിച്ചത് മാറ്റിവെച്ചാൽ ബാക്കിയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജാമാണ്. ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. ജാം ഉണ്ടാക്കുന്നതിലല്ല, അത് സൂക്ഷിച്ചു വെക്കുന്നത് വളരെ സുരക്ഷിതത്വത്തിലായിരിക്കണം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.